നിലക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലെങ്കിലും ഈ വിഷയം ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒട്ടേറെ തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പവും ഒക്കെ ഇല്ലാതാക്കുന്നതിന് സഹായകരമാകും എന്നതുകൊണ്ട് സ്വാഗതാർഹം തന്നെയാണ്. ഇവിടെ ക്യാബിനറ്റ് തീരുമാനം സംബന്ധിച്ച് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ക്യാബിനറ്റ് തീരുമാനമാകെ പുറത്തുവിടാൻ പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാർ എടുക്കുന്നു എന്ന മട്ടിൽ വരുന്ന പ്രചരണങ്ങൾ ഒട്ടേറെ തെറ്റിദ്ധാരണകളിൽ നിന്ന് ഉണ്ടായതാണ്. 2016 ജൂൺ 15 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൽ മന്ത്രിസഭാ യോഗങ്ങൾക്കായി തയ്യാറാക്കുന്ന അജണ്ട, മിനിറ്റ്സ്, തീരുമാനങ്ങൾ നിലവിൽ നടപടിക്രമങ്ങളിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് പ്രസ്തുത രേഖകൾ അപേക്ഷകർക്ക് നൽകുന്നതിനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന കാര്യം പരിഗണിക്കേണ്ടതാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർ, 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ആ നിയമത്തിലെ 8(1) വകുപ്പ് പ്രകാരം മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടിക്രമങ്ങളുടെയും ചർച്ചകളുടെയും വിശദാംശങ്ങളും മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതിന് ശേഷം മാത്രമാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി രേഖകൾ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നത്. ഇതിൽ ഏതെല്ലാം രേഖകൾ ഉൾപ്പെടും എന്നത് സംബന്ധിച്ച് ഒന്നിലധികം കോടതി വിധികളുണ്ടായിട്ടുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമമാണിത്. ഇത് സംബന്ധിച്ച് വിവിധ കോടതികൾ പരിശോധിച്ച എല്ലാ വിഷയങ്ങളും പരിഗണിച്ച ശേഷമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് കരുതാനാവില്ല. ഈ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ട സാഹചര്യം ഉയർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാനാവുക. അതൊന്നു മാത്രമാണ് പ്രസ്തുത ഉത്തരവിനെതിരെ റിട്ട് പെറ്റീഷൻ നൽകാൻ തീരുമാനിക്കാനിടയായത്. കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചട്ടം 8(1) വ്യാഖ്യാനം സംബന്ധിച്ച് അവ്യക്തത ഇന്നുണ്ട്. ആ അവ്യക്തത നീക്കുന്നതിന് കേസിലെ കോടതി വിധി ഉതകുക തന്നെ ചെയ്യും. വിവരാവകാശ നിയമത്തിൽ ദ മാറ്റർ ഈസ് കംപ്ലീറ്റ് ഓർ ഓവർ എന്നത് കമ്മീഷൻ വ്യാഖ്യാനിച്ചത് സംബന്ധിച്ച വ്യക്തതയാണ് കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്. സർ, ഇക്കാര്യത്തിൽ വിവരാവകാശ നിയമത്തെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുക എന്ന ഒരു സമീപനം ഈ സർക്കാരിനില്ല. എല്ലാ അർത്ഥത്തിലും ആ നിയമത്തെ ആദരിച്ചുകൊണ്ട് തന്നെ വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രസിദ്ധീകരിക്കാനും ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഔട്ട് ഓഫ് അജണ്ട ഒഴിവാക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി ജൂൺ 14 വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ വ്യക്തമാക്കിയ കാര്യം മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്മേലുള്ള ഉത്തരവ് തീരുമാനം ലഭിച്ച് 48 മണിക്കൂറിനകം പുറപ്പെടുവിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്രസ്തുത ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന അതേ സമയം തന്നെ കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റിലും www.kerala.gov.in വകുപ്പുകൾക്ക് പ്രത്യേകം വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലും പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇത് ജൂൺ 14 തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്.
മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്മേലുള്ള ഉത്തരവിൻ്റെ പകർപ്പ് പ്രസ്തുത തീരുമാനത്തിൻ്റെ നമ്പറും തീയതിയും രേഖപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ദിവസം തന്നെ പൊതുഭരണ വകുപ്പിൽ നൽകേണ്ടതാണ്. ഇത് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഉത്തരവ് 48 മണിക്കൂറിനകം വരിക, അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലും വകുപ്പുകളുടെ പ്രത്യേക വെബ്സൈറ്റുകളിലും ഈ കാര്യം പ്രസിദ്ധീകരിക്കുക എന്നതാണ് സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വിവരങ്ങൾ മറച്ചുവെക്കുക എന്ന ഉദ്ദേശം സർക്കാരിനൊട്ടുമില്ല. മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമുള്ള ഉത്തരവുകൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ പുറപ്പെടുവിക്കുന്നുണ്ടെന്നും അത് മന്ത്രിസഭാ തീരുമാനം അജണ്ടയിലുള്ള കുറിപ്പുകൾ അപ്പോൾ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ എല്ലാ വകുപ്പ് സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഇനം, നമ്പർ, തീയതി ഇവയെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന നിലയുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വിവരം മറച്ചു വെക്കുക എന്നൊരു ഉദ്ദേശം സർക്കാരിനില്ല. അതേസമയം ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തതകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിനായി സെക്രട്ടേറിയറ്റ് മാനുവൽ ഭേദഗതി ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ബഹുമാനായ വി ഡി സതീശനടക്കമുള്ളവർക്ക് മാത്രമല്ല ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായത്. ആ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഈ വിശദീകരണം ഇടയാകും എന്ന് കണക്കാക്കിക്കൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യം, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നാണ് പറയാനുള്ളത്. ശ്രീ വി ഡി സതീശൻ.